പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവം ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ പ്രൈസ് ലോർഡ് എന്നയോളം ദൈവപ്പെടുന്ന വഴി നടത്തിയ വലിയ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാം. കർത്താവ് നമ്മളെ കടത്തിയ വിധങ്ങൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ആമേൻ ഇതുവരെയും സൂക്ഷിച്ച് കാത്ത ഒരുപാട് വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അല്പസമയങ്ങൾ നമ്മുടെ സന്നിധിയിൽ വേർതിരിക്കുന്നത്, ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നത് ആമേൻ സ്തോത്രം ചെയ്യുന്നത് ഉചിതമാകുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മൾ ഈ മായാലോകത്താണ് ജീവിക്കുന്നത്. ആമേൻ. നമ്മൾ ജനിക്കുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നത് നമ്മളെ ദൈവം ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ഒരപ്പനിലൂടെ അമ്മയിലൂടെ നമ്മൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവർ നമ്മളെ പോറ്റി പുലർത്തി ആമേൻ നമ്മളെ ആമേൻ സ്തോത്രം ചെയ്ത് നമുക്ക് തരാവുന്നതൊക്കെ നൽകി നമ്മളെ പോറ്റി പുലർത്തി വഴി നടത്തുന്നത് ആമേൻ സ്തോത്രം ചെയ്യുന്ന ദൈവം നമ്മളെ അപ്പനിലൂടെ അമ്മയിലൂടെ നമ്മളെ കണ്ടുകൊണ്ട് ആമേൻ ഓരോ പദ്ധതിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും അതൊന്നും തിരിച്ചറിയാതെ ആമേൻ നമ്മുടേതായ കാര്യാദികളെ ചെയ്തുകൊണ്ട് ആമേൻ നമ്മൾ ദൈവത്തെ ഓർക്കാതെ ആമേൻ നമ്മുടേതായ കാര്യാദികളിലും കഴിവുകളിലും ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ അനുദിനം മുൻപോട്ട് നീങ്ങുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട, ആത്മീയരായ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആമേൻ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലും ആമേൻ നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, ജോലിയായിരിക്കാം, പലവിധമായ മേഖലകളിലേക്ക് നമ്മുടെ ആമേൻ എത്തിനോട്ടങ്ങളും കർത്താവ് ഓട്ടപ്പാച്ചിലുകളുടെ ഇടയിലും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ മറക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നാൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ഒന്ന് നിർത്തിക്കൊണ്ട് കർത്താവിന് ഒരു മിനിറ്റെങ്കിലും കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട്. ഇത്രത്തോളം ദീർഘായുസ് തന്ന് നമ്മൾ ഈ ഭൂപരപ്പിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാനാണ്. നമുക്കൊത്തിരി കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്. എന്നാൽ അതിനെയൊക്കെയും നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു സമയം കർത്താവിന് മുഖത്തേക്ക് നോക്കി കർത്താവിന് നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം.